ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആന്റി ഏജിങ് ഡിന്നറാണ് ഇന്നത്തെ. ബീറ്റ്റൂട്ട്, ആപ്പിൾ, പോമഗ്രാനൈറ്റ്, കുക്കുംബർ, ഓണിയൻസ്, മല്ലിയില എല്ലാം ഇട്ടിട്ട് ചീസും കൂടെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സാലഡാണിത്. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് ചിക്കൻ എയർ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഓയിലൊക്കെ കുറച്ചുള്ളൂ. എല്ലാം കൊണ്ടും നമ്മുടെ ഹെൽത്തിന് നല്ലൊരു ഡിന്നറാണിത്. ഇത് ഡിന്നറിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഒരു ബീറ്റ്റൂട്ട് ടീയുമാണ്. ശരിക്കും പറഞ്ഞ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഏജിങ് സാലഡാണ്. ഇതിലുള്ളത് എല്ലാം ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, എന്നാണ്ട് വിശേഷം? ഞാൻ പിന്നെ ഡിന്നർ റെസിപ്പി ആയിട്ട് വന്നേക്കുവാണ്. ഇന്ന് ഞാനിവിടെ ഒരു സാലഡ് ഉണ്ടാക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ബീറ്റ്റൂട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഒരു സാലഡ്. അപ്പോൾ ചിക്കൻ എയർ ഫ്രൈഡ് വിത്ത് സാലഡാണ് ഇന്ന് ഡിന്നർ കഴിക്കുന്നത്. ഇതെല്ലാം അന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വരട്ടെ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ആദ്യമേ തന്നെ ഈ ബീറ്റ്റൂട്ട് ഞാനിത് പ്രഷർ കുക്കറിൽ ഒന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിത് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഞാൻ ഒരു കുക്കുംബറിന്റെ പകുതിയും പിന്നെ ഒരു ചെറിയ സവാള അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ കുക്കറിന് വിസിൽ കേൾക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ ഇത് 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യണം. ഇനി എനിക്കിവിടെ ഒരു ആപ്പിൾ ഉണ്ട്. ആപ്പിൾ തൊണ്ട് ചെത്തിയിട്ട് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇത് വിസിൽ കേൾക്കാറായിട്ടോ. ഈ ചിക്കൻ അങ്ങ് എയർ ഫ്രൈ ചെയ്യാൻ വെക്കുവാണ്. അപ്പൊ ഇത് പ്രീ ഹീറ്റിൽ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് ചിക്കൻ വെക്കാം. ചിക്കൻ ആഡ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഓയിൽ സ്പ്രേ ചെയ്യുക, ചിക്കൻ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ചിക്കൻ ആയി കിട്ടും. ഇതിപ്പോ ഈ ഡിന്നറിന് മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അപ്പം എടുത്ത് ഇങ്ങനെ എയർ ഫ്രൈ ചെയ്ത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പം മാരിനേറ്റ് ചെയ്ത് എപ്പോഴും വെക്കുക. കുറച്ചെടുത്ത് ഫ്രീസ് ചെയ്യുക, കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യാനുസരണം ഫ്രീസറിൽ നിന്നും എടുത്ത് ഇങ്ങനെ എയർ ഫ്രൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. അപ്പോൾ പൊമഗ്രാനൈറ്റ് റെഡിയാക്കി കൊണ്ടുവന്നു. അതിൽ ഒരു വലിയ 2 സ്പൂണാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 സ്പൂൺ ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു ലൈം ജ്യൂസ്, ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ലെമൺ ജ്യൂസ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് എടുക്കുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഇപ്പം അതിൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രഷർ കുക്കർ തുറക്കാറായിട്ടുണ്ട്. അത് തുറന്ന് നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ ഇതിലേക്ക് കുറച്ച് പിങ്ക് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിങ്ക് സോൾട്ടും കൂടെ ഇട്ട് നമ്മുടെ ക്രഞ്ചി ആയിട്ടുള്ള ഈ സാലഡ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഇനി ബീറ്റ്റൂട്ട് ഇടാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഏജിങ് സാലഡാണ്. ഇതിലുള്ളത് എല്ലാം ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഓക്കെ, ഇനി ഇത് തുറക്കട്ടെ. കുക്കർ തുറക്കുവാണ്. നമ്മുടെ ബീറ്റ്റൂട്ട് ശരിക്കും വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും ഇങ്ങനെ നല്ല കളറായിട്ട് ഇരിപ്പുണ്ട്. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുടിക്കണമെങ്കിൽ കുടിക്കാതെ. നല്ല ജ്യൂസാണ് അത്, കളയണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഈ ബീറ്റ്റൂട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. ചിക്കൻ ഒന്ന് നോക്കാറായിട്ടുണ്ട്. ഞാനൊന്ന് തുറന്നു നോക്കട്ടെ.
കണ്ട അതിന്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിടാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ മതി. അപ്പോൾ ടോട്ടല് അരമണിക്കൂർ കൊണ്ട് നമുക്കിത് റെഡിയാക്കാം. വെജിറ്റബിൾസ് അരിഞ്ഞ് ചിക്കനൊക്കെ എയർ ഫ്രൈ ചെയ്ത് ബീറ്റ്റൂട്ടും കുക്ക് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഡിന്നർ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് റെഡിയായി. ഇത് നമ്മുടെ സാലഡിലേക്ക് ഇടാൻ പോവുക. ബീറ്റ്റൂട്ട് ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം. ഒരു അര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, മല്ലിയില നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിക്കുന്നുണ്ട്. ആപ്പിൾ സൈഡർ വിനീഗർ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പൊ അത് സാലഡിലൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത് കഴിച്ചിരിക്കണം. ഞാൻ ഈ സാലഡിലേക്ക് 2 ടേബിൾ സ്പൂൺ കോട്ടേജ് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആക്കാനായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സാലഡ് നമുക്ക് റെഡിയായി. ഇനി നമുക്ക് ചിക്കന് കൂടെ ഇത് കഴിച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ചിക്കൻ റെഡിയായി. ഞാനത് എടുക്കാൻ പോവുകയാണ്. ഇത് നല്ല സൂപ്പറായിട്ട് എയർ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, അങ്ങനെ നമ്മുടെ ഡിന്നർ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു കുറച്ച് സവാള, ഒരു ചെറിയ സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ എയർ ഫ്രയറിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാ. അപ്പൊ ഈ ചിക്കന്റെ മുകളിൽ അത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ ബീറ്റ്റൂട്ട് വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു ഗ്രീൻ ടീയുടെ ബാഗ് ഇടാൻ പോവാണ്. നാരങ്ങയുടെ ഒരു സ്ലൈസ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇടുവാണ്. അപ്പൊ നമുക്കിത് ഡിന്നറിന്റെ കൂടെ കുടിക്കാം. ഇത് ഡിന്നറിന്റെ കൂടെ കുടിക്കാനായിട്ട് ഒരു ബീറ്റ്റൂട്ട് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ആന്റി ഏജിങ് ബീറ്റ്റൂട്ട് സാലഡ്, എയർ ഫ്രൈഡ് ചിക്കൻ വിത്ത് എയർ ഫ്രൈഡ് ഓണിയൻ ഓൺ ദ ടോപ്പ്.